ഞെട്ടി എഴുന്നേൽക്കുന്ന വല്ലാത്തൊരു പ്രശ്നമാണ്. പലരും ഇതേമാതിരി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു, സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു, എന്തോ ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു, ആരോ വിളിക്കുന്ന കേട്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. ഇങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുന്ന തരം നോക്കിക്കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് സാധാരണ കാണുന്നത്. ഇത് ചിലപ്പോൾ ഹാലൂസിനേഷൻ ആകാം, ചിലപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ പറ്റിയിട്ടുള്ള ഭയങ്ങളും ദുഃഖങ്ങളും കുറ്റബോധവും ഉത്കണ്ഠയും എല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്നിട്ട് അത് സ്വപ്നങ്ങളായി വരികയും ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യുന്നതാകാം. അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായുള്ള ഏതെങ്കിലും സംഘർഷങ്ങൾ, ജപ്തി നോട്ടീസ് വന്നു, അമ്മ മരിച്ചു, ഒരു മകൻ തൂങ്ങിച്ചത്തു, ഇങ്ങനെയൊക്കെയുള്ള തലം വന്നു കഴിയുമ്പോൾ പിന്നെ ആ ദിവസങ്ങളിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന തലമുണ്ടാവും. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് നല്ലതാണ്. നമ്മുടെ ദുഃഖങ്ങളും അസ്വസ്ഥതകളും എല്ലാം യേശുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടും യേശുവിൽ നിന്ന് സമാധാനവും ശാന്തിയും ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ടും ദീർഘമായിട്ട് ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുക സാവധാനം. അങ്ങനെ ടെൻഷൻ ഒത്തിരി കുറഞ്ഞു കിട്ടും. ഇതുപോലെ തന്നെ പ്രാർത്ഥന നല്ലതാണ്, ഒരു ധ്യാനം നല്ലതാണ്, കൗൺസിലിംഗ് നല്ലതാണ്, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നത് നല്ലതാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ഞെട്ടി എഴുന്നേൽക്കുന്ന തലത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. കർത്താവേ, ഇവരുടെ ദുഃഖങ്ങളിൽ നിന്ന് ഇവർക്ക് മോചനം നൽകണമേ, സുഖപ്പെടുത്തണമേ. എല്ലാ ഭയങ്ങളും ദുഃഖങ്ങളും നിന്നിൽ നിന്ന് അകന്നു പോകട്ടെ. കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ. എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു, സുഖപ്പെടുത്തുന്നു, സുഖപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ശക്തി കൊണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കും.